നമസ്കാരം. ഇന്ത്യ vs ന്യൂസിലാൻഡ് മൂന്നാം ഏകദിനം നാളെ നടക്കാൻ പോവാണ്. ഫസ്റ്റ് ഏകദിനം ഇന്ത്യ വിജയിച്ചു, രണ്ടാം ഏകദിനം ന്യൂസിലാൻഡ് വിജയിച്ചു. ന്യൂസിലാൻഡ് ഒരു ബെഞ്ച് സ്ട്രെങ്തുമായിട്ട്, അതായത് ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ടീമുമായിട്ടാണ് ഈ ഒരു സീരീസിലേക്ക് സീരീസിലേക്ക് വന്നിട്ട് ഇന്ത്യ രണ്ടാം ഏകദിനത്തിൽ പരാജയപ്പെടുത്തുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു മാച്ചെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ, ന്യൂസിലാൻഡ് ജയിച്ചു കഴിഞ്ഞാൽ ഈ സീരീസ് വിൻ ചെയ്യുന്നതിന് തുല്യമാണെന്ന് അശ്വിൻ ഏഷ്യൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഈ രണ്ടാം ഏകദിനത്തിൽ ന്യൂസിലാൻഡ് ജയിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ നല്ല രീതിയിൽ ചലഞ്ച് ചെയ്യാനും ഇന്ത്യയുടെ ലിമിറ്റിലേക്ക് പുഷ് ചെയ്യാനും തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് ടീമിന് സാധിച്ചിട്ടുണ്ട്. മെയിൻ പ്ലെയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് സാധിച്ചത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം ഏകദിനത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ന്യൂസിലാൻഡിനെ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം പേടിക്കണം. രണ്ട് ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. ഇന്ത്യ തന്നെയാണ് മികച്ച ടീം. ഒരു ടോപ്പ് 5 നോക്കുകയാണെങ്കിൽ, ബാറ്റ്സ്മാൻമാരുടെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം അത്ര സ്കില്ലുള്ള, അത്ര ലെജൻഡറി ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. ശുഭ്മൻ, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ, അത് ശ്രേയസ് അയ്യർ, എല്ലാം സൂപ്പർബായിട്ടുള്ള ടാലൻ്റുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ന്യൂസിലാൻഡിന് അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. ബോളിങ്ങിലാണ് പിന്നെയും ഒരു കിട്ടക്ക് നിൽക്കുന്ന പറയാൻ പറ്റുന്ന ഒരു രീതി. അതിൽ പോലും ഇന്ത്യ മികച്ചാണ്. സിറാജൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ബോളറാണ്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവ് ആൻഡ് ജഡേജ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ജഡേജ. പക്ഷേ ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് രണ്ടാം ഏകദിനത്തിൽ ജയിക്കാനായിട്ട് ന്യൂസിലാൻഡ് സാധിച്ചു എന്നുള്ളത് നമ്മളെ തീർച്ചയായിട്ടും ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്ര വെൽ പ്രിപ്പയർഡായിട്ട് തന്നെ ഒട്ടും ന്യൂസിലാൻഡിനെ കുറച്ച് കാണാതെ തന്നെ മൂന്നാം ഏകദിനത്തിലേക്ക് ഇന്ത്യ എത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്പിന്നിനെ കളിക്കുന്ന കാര്യത്തിൽ, മിഡിൽ ഓവേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ODIയിൽ കണ്ടു. അതായത് കുൽദീപ് യാദവ് 1 ഓവറിൽ തന്നെ ഡാരൽ മിച്ചൽ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ ഏത് രീതിയിലാണ് കുൽദീപ് യാദവ് സ്പെസിഫിക്കലി, അല്ലെങ്കിൽ ജഡേജ എന്താണ് അതിന് വേണ്ടിയിട്ട് മിഡിൽ ഓവേഴ്സിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ജഡേജയുടെ കാര്യം പറഞ്ഞപ്പോൾ, ജഡേജ ബാറ്റിങ്ങിലായാലും ശരി ബോളിങ്ങിലായാലും ശരി ഇച്ചിരി മങ്ങി തന്നെയാണ് ODIയിൽ ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്സർ പട്ടേൽ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു സ്പോട്ടാണത്. അക്സർ പട്ടേൽ ഇപ്പോൾ റീസെൻറ്റ് ടൈംസിലെ ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അക്സർ പട്ടേൽ നല്ല രീതിയിൽ ജഡേജയെക്കാട്ടിൽ മെച്ചപ്പെട്ടത്, കുറച്ചുകൂടി മെച്ചപ്പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പ്ലെയറാണ്. അപ്പോൾ 2027 എൻഡിൽ നടക്കുന്ന വേൾഡ് കപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ഇവരെ രണ്ടുപേരും മാറി മാറി പരീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ജഡേജ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട് അക്സർ പട്ടേൽ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റാണ് ആ ഒരു സ്പോട്ടിൽ. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ മൂന്നാം ഏകദിനമാണ്. രോഹിത് ശർമ്മ ഒരു ബിഗ് സ്കോറിലേക്ക് ഈ ഒരു സീരീസിൽ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിഗ് സ്കോർ രോഹിത് ശർമ്മയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് രോഹിത് ശർമ്മ കിട്ടുന്നുണ്ട്. ശുഭ്മൻ ഗിൽ 2 കളിയിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഒരു ലോങ് ഇന്നിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ വിരാട് കോഹ്ലി അന്യ ഫോമിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളും അതിന് മുമ്പുള്ള മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാം ടോപ്പ് ഫോമിലാണ് വിരാട് കോഹ്ലി ഉള്ളത്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ റിലയബിൾ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. KL രാഹുൽ കഴിഞ്ഞ ഇന്നിങ്സിൽ KL രാഹുലിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു ടോപ്പ് 5 സുസജ്ജമാണ്, അത്ര സ്ട്രോങ് ആണ്. അവരൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രം മതി. ജയിച്ച ഏകദിനത്തിൽ ന്യൂസിലാൻഡിന് ആ ഒരു ടോപ്പ് ഓർഡറിനെ തകർക്കാനായിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ വിക്കറ്റ് ഇടാനായിട്ട് ന്യൂസിലാൻഡ് സാധിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വീക്ക് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴാണ്. അവിടെ ഹർദിക് പാണ്ഡ്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ കളിപ്പിക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡി, KL രാഹുലും കൂടെ എക്സ്പ്ലോസീവായിട്ട് ഒരു ഫിനിഷ് ചെയ്യേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ചോദ്യം തന്നെയാണ്. കാരണം നിതീഷ് കുമാർ റെഡ്ഡി പ്രൂവ് ചെയ്തിട്ടില്ല. ഒരു ഹാർദിക് പാണ്ഡ്യയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇന്ത്യ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് വരുമ്പോഴും നിതീഷ് കുമാർ റെഡ്ഡി ശുഭ്മൻ ഗിൽ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഇതുപോലെ തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ബോളേഴ്സിന് ശുഭ്മൻ ഗിൽ കൂടുതൽ ഓവേഴ്സ് കൊടുക്കാനോ കൂടുതൽ പരീക്ഷണങ്ങൾ എത്ര ആവശ്യം, ബാക്കി എല്ലാവർക്കും എല്ലാം അടി കൊണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും ഈ ബോളേഴ്സിനെ പരീക്ഷിക്കാനായിട്ട് ശുഭ്മൻ ഗിൽ തയ്യാറാവുന്നില്ല. അതുപോലെ കഴിഞ്ഞ മാച്ചിൽ 2 ഓവറേ നിതീഷ് കുമാർ റെഡ്ഡിക്ക് കൊടുത്തുള്ളൂ. നിതീഷ് കുമാർ റെഡ്ഡി ആ റോള് കളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഒരു 5 ഓവറെങ്കിലും കൊടുക്കണം. അത് കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ക്യാപ്റ്റൻ ഉണ്ടാവണം. ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുമ്പോഴത്തേക്കൊരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ക്യാപ്റ്റൻസിയാണ് ശുഭ്മൻ ഗിൽ ഇതുവരെ കാഴ്ചവെച്ചിരിക്കുന്നത്. ടെസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസിൻ്റെ കുറവായിരിക്കാം. തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മെച്ചപ്പെട്ട് വരികയായിരിക്കും. പക്ഷേ കഴിഞ്ഞ മാച്ചിലും അത് തീർച്ചയായിട്ടും കളി കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും ലോങ് ഓഫിലും ലോങ് ഓണിലും ഇട്ട ഫീൽഡേഴ്സിൻ്റെയൊക്കെ പ്രസിദ്ധ് കൃഷ്ണയൊക്കെ പിടിച്ച് അവിടെ ഇട്ടതൊക്കെ ഒരു ഇമ്മച്ചുറായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നി. നല്ല ഫീൽഡേഴ്സ് ഇന്ത്യയുടെ സൈഡിലുള്ള അവിടെയൊക്കെ മെയിനായിട്ടുള്ള ഏരിയ ആയിട്ട് പോലും അവിടെ നല്ല ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ മൊത്തത്തിലുള്ളൊരു ആവറേജ് ക്യാപ്റ്റൻസി ആയിട്ട് തോന്നുന്നുണ്ട്. ക്യാപ്റ്റൻസി തീർച്ചയായിട്ടും മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് മൂന്നാം ഏകദിനത്തിലേക്ക് വരുമ്പോഴത്തേക്ക്. ന്യൂസിലൻഡ് ടീമിലെ കാര്യം പറയുകയാണെങ്കിൽ അവരൊരു ആവറേജ് ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ പ്ലെയേഴ്സ്
ഇപ്പോൾ അവസരത്തിനൊത്ത് ഉയർന്നു എന്നുള്ളതാണ് രണ്ടാം ഏകദിനത്തിൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയത്. വില്യങ് ആയാലും ശരി, അതുപോലെ ഡാരിൽ മിച്ചൽ ആയാലും ശരി, അവരുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഡെവൺ കോൺവേ കളിക്കാനായിട്ടുണ്ട് ഒരു ഇന്നിങ്സ്. തീർച്ചയായിട്ടും ഡെവൺ കോൺവേക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഇൻഡോറിലാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചെറിയ ഗ്രൗണ്ടാണ്, ഒരു കമ്പാരിറ്റീവ്ലി ബിഗ് സ്കോർസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം 7 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീം 5 പ്രാവശ്യമാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കമ്പാരിസൺ പറയാൻ പറ്റില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും സെക്കൻഡ് ബാറ്റ് ചെയ്യാനായിരിക്കും ന്യൂസിലൻഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ന്യൂസിലൻഡ് തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഇന്ത്യയും സെക്കൻഡ് ബാറ്റ് ചെയ്യാൻ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും രണ്ട് ടീമിലും ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യയും സെയിം ടീം കളിപ്പിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഹർഷ്ദീപ് സിംഗ് ടീമിലേക്ക് വരേണ്ടതാണ് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം. ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ടീം തന്നെ മുന്നോട്ട് പോകാനാണ് ഇന്ത്യ സാധ്യത കൂടുതൽ. ന്യൂസിലൻഡും സെയിം ടീം തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ. അവരുടെ സ്പിന്നേഴ്സ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ഡീസൻ്റായിട്ട് ബോൾ ചെയ്തു. ബാറ്റേഴ്സ് എല്ലാം പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നു. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് ഈ സീരീസിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞ മാച്ചിലെ ന്യൂസിലൻഡ് വിന്ന് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാം ഏകദിനം ഇന്ത്യ വളരെ ശ്രദ്ധയോടെ വളരെ പ്രിപ്പയർഡായിട്ട് തന്നെ ന്യൂസിലൻഡിനെ വന്ന് ബീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് തന്നെയാണ് ജയസാധ്യത എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം ഇന്ത്യൻ ടീം അത്ര സ്ട്രോങ് ആണ് ന്യൂസിലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പോൾ ന്യൂസിലൻഡ് 38 വർഷമായിട്ട് ഇന്ത്യയിൽ ഒരു സീരീസ് നേടിയിട്ടില്ല. 7 സീരീസ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതുവരെയ്ക്ക്. അതായത് 1988 ശേഷം ഇന്ന് വരെ ന്യൂസിലൻഡ് ഇന്ത്യയിൽ ഒരു സീരീസ് നേടിയിട്ടില്ല. അപ്പോൾ അവർക്ക് ചരിത്രം കുറിക്കാനുള്ളൊരു അവസരമാണ്. അവരുടെ പ്ലേയേഴ്സ് അവരുടെ മാക്സിമം അവരെ ഒരിക്കലും അതുകൊണ്ട് തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സ്പിന്നേഴ്സിനെ നല്ല രീതിയിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരാണ്. അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിയിലൊരു മാച്ച് നമ്മൾ തീർച്ചയായിട്ടും നാളെ കാണാനായിട്ട് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇന്ത്യൻ സ്പിന്നേഴ്സ്. കുൽദീപ് യാദവിന് തിരിച്ചു വരാൻ പറ്റുമോ ഈ സീരീസിൽ? വളരെ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രം കാഴ്ചവെച്ച് കുൽദീപ് യാദവിന് അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയെ തിരിച്ചടിക്കാനായിട്ട് കുൽദീപ് യാദവിന് സാധിക്കും. ജഡേജയ്ക്ക് മിഡിൽ ഓവേഴ്സിൽ കണ്ടെയ്ൻ ചെയ്യാനും അല്ലെങ്കിൽ വിക്കറ്റ് എടുക്കാനായിട്ടും റൺസ് പിടിച്ച് നിർത്താനൊക്കെ ജഡേജയ്ക്ക് സാധിക്കും എന്നുള്ള ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഫിനിഷിംഗ് റോളിലേക്ക് KL രാഹുൽ ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡിക്ക് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും ഈ ടോപ്പ് 5 ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അല്ലെങ്കിൽ ശുഭ്മൻ ഗില്ല്, ശ്രേയസ് അയ്യർ ആരെങ്കിലും 1-2 പേര് ഫോമായ തന്നെ ഒരു കളി ഇന്ത്യയുടെ കയ്യിലിരിക്കാനുള്ള സ്ട്രെങ്ത് ഇന്ത്യക്കുണ്ട്. നമുക്കെന്തായാലും നാളെ കാണാം എന്താണ് നടക്കുന്നതെന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.